ഇരിഞ്ഞാലക്കുട രൂപതയിലെ കുറ്റിക്കാട് ഫോറനിൽപ്പെട്ട ഒരു ദേവാലയമാണ് കൊന്നക്കുഴിയിലുള്ള സെൻറ്റ് ആന്റണീസ് ദേവാലയം. ആ ദേവാലയത്തിലേക്ക് ഇടവമധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിൻ്റെ തിരുശേഷിപ്പ് ഇറ്റലിയിലുള്ള വിശുദ്ധൻ്റെ കബറടക്കിയ സ്ഥലമായ പാദുവായിലെ സെൻറ്റ് ആന്റണീസ് ബസിലിക്കയിൽ നിന്നും നമുക്ക് ലഭിച്ചു. ആ എ ഗ്രേഡിൽപ്പെട്ട തിരുശേഷിപ്പ് നമ്മുടെ കേരളത്തിൽ തന്നെ അത് വളരെ റയറായിട്ടാണ് നമുക്കിത് ഉള്ളൂ. ഇറ്റലിയിലെ പാദുവിൽ നിന്നുള്ള വിശുദ്ധൻ്റെ ആ തിരുശേഷിപ്പ് ഇപ്പോൾ പൂവത്തിങ്കൽ ഇടവക ദേവാലയത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അവിടെ നിന്നും ആഘോഷമായിട്ട് 100 വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി അലങ്കരിച്ച വാഹനത്തിൽ ഫ്രാൻസിസ്കൻ സഭയിലെ 2 ശാഖകളായ കൺവെൻഷൻ സഭയിലെ പ്രൊവിൻഷ്യാളും കപ്പുച്ചിൻ സഭയിലെ പ്രൊവിൻഷ്യാള് ഫാദർ മൈക്കിൾ ഈരാളിയും ജെയ്സൺ കാളൻ അച്ഛനും 2 പേരും കൂടെ അവിടെ നിന്ന് വിശുദ്ധൻ്റെ കല്ലറയിൽ വെച്ച് ആശീർവദിച്ചെടുത്ത വിശുദ്ധൻ്റെ തിരുസ്വരൂപവും തിരുശേഷിപ്പും ആഘോഷമായിട്ട് എഴുന്നള്ളിച്ച് 100 വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി കൊന്നക്കുഴി ഇടവകയിലേക്ക് ആനയിക്കുകയാണ്. ഒരു 4 കിലോമീറ്ററിന് ശേഷം പ്രദക്ഷിണമായിട്ട് ഇടവക ജനങ്ങൾ ഒന്നടങ്കം അണിനിരക്കുന്ന ആ പ്രദർശനത്തിൻ്റെ അകമ്പടിയോടുകൂടിയായിരിക്കും പിന്നീട് തിരുശേഷിപ്പ് ദേവാലയത്തിൽ പ്രവേശിച്ച് പ്രതിഷ്ഠിക്കുക. ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഈ രൂപമാണ് പാദുവായിലെ വിശുദ്ധൻ്റെ കല്ലറയിൽ വെച്ച് ആശീർവദിച്ച് അവിടെ നിന്നും കൊണ്ടുവന്നിട്ടുള്ളത്. ഒപ്പം ഇതിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ തിരുശേഷിപ്പാണ് വിശുദ്ധൻ്റെ അസ്ഥിയുടെ അംശമായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ എ ഗ്രേഡ് തിരുശേഷിപ്പ് നമുക്ക് ലഭിക്കുന്നതിന് കാരണമായിട്ടുള്ളത്, ഒന്ന്, നമുക്ക് ബിഷപ്പിൻ്റെ റെക്കമെൻഡേഷൻ വേണം. അതോടൊപ്പം തന്നെ കൺവെൻഷൻ സഭയുടെ പ്രൊവിൻഷ്യാളായ ബഹുമാനപ്പെട്ട മൈക്കിൾ ഈരാളി അച്ഛൻ്റെ വളരെ നിർലോഭമായിട്ടുള്ള സഹകരണവും അദ്ദേഹത്തിൻ്റെ സ്വാധീനവും ഇതിനകത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെയും കൂടെ ഒരു പരിശ്രമ ഫലമായിട്ടാണ് പാദുവ ബസിലിക്കയിലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മലയാളിയായിട്ടുള്ള ഒരു വൈദികൻ ചിച്ചോ ഭരണി, കുറ്റിക്കാട് ഇടവകമാണ് അദ്ദേഹം, കൺവെൻഷൻ സഭയിലെ ഒരു അംഗമാണ്. അദ്ദേഹത്തിൻ്റെ ഒക്കെ പരിശ്രമ ഫലമായിട്ടാണ് അവരുടെ പ്രത്യേകമായിട്ടുള്ള അനുഭവത്തോടുകൂടി നമുക്ക് ഈ എ ഗ്രേഡ് തിരുശേഷിപ്പ് ലഭിച്ചിട്ടുള്ളത്. ഞാൻ മൈക്കിൾ ഈരാളി, ഭാരത കൺവെൻഷൻ സഭയുടെ പ്രൊവിൻഷ്യൽ അച്ഛനാണ്. വിശുദ്ധൻ്റെ വണക്കത്തിൻ്റെ കാരണമായിട്ട് ലോകം മുഴുവനും വിശുദ്ധൻ്റെ അനുഗ്രഹം ലഭിക്കത്തക്ക രീതിയിൽ, ഫ്രാൻസിസ്കൻ ചൈതന്യം ഉണ്ടാകത്തക്ക രീതിയിൽ ലോകം മുഴുവൻ എത്തിക്കുവാനുള്ള വലിയ കടമയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വിശുദ്ധൻ്റെ തിരുശേഷിപ്പ് മറ്റു സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് ഇതിപ്പോൾ കൊന്നക്കുഴിയിലുള്ള സെൻറ്റ് ആന്റണീസ് ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നതും അതിൻ്റെ ഒരു ഭക്തി പ്രകടിപ്പിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും വേണ്ടിയാണ്. വിശുദ്ധനോടുള്ള വണക്കവും മാധ്യസ്ഥവും വഴി വിശുദ്ധൻ്റെ ജീവിതത്തിൽ വിളങ്ങിയിരിക്കുന്ന ഗുണങ്ങളും നന്മകളും നമ്മുടെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കി യഥാർത്ഥ ക്രൈസ്തവ ജീവിതം നയിക്കുവാനുള്ള അനുഗ്രഹം വിശുദ്ധനുള്ളത് ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ നൂറ്റാണ്ടുകൾക്കിപ്പുറം വിശുദ്ധ അന്തോണീസിൻ്റെ വ്യക്തിത്വത്തിനും മഹത്വത്തിനും വിശുദ്ധിക്കും ചേർന്ന വലിയൊരു സ്വീകരണവും പ്രതിഷ്ഠയുമാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇതിലേറെ സന്തോഷിക്കുന്നു. പ്രത്യേകിച്ച് വിശുദ്ധ അന്തോണീസ് ഭാഗമായിട്ടുള്ള ഫ്രാൻസിസ്കൻ കപ്പൂച്ചിൻ സഭയുടെ ഭാഗമായിരിക്കാൻ എനിക്ക് കഴിയുന്നതിലും ഇന്ന് വിശുദ്ധ അന്തോണീസിനെ ഇവിടെ പ്രതിഷ്ഠിക്കുന്നതിലും, ഒരേ സമയം ഈ പ്രതിഷ്ഠ സംഭവിക്കേണ്ടത് നമ്മുടെയൊക്കെ ഹൃദയങ്ങളിലും ഇടവകയിലും ലോകത്തിലുള്ള എല്ലാ വിശ്വാസികളുടെ കുടുംബങ്ങളിലുമാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ അന്തോണീസ് 1195 ഓഗസ്റ്റ് 15 ജനിച്ച് 1231 മരിച്ച് വെറും 36 വർഷങ്ങൾ കൊണ്ട് മനുഷ്യഹൃദയങ്ങളിൽ അവിസ്മരണീയമായൊരു സാന്നിധ്യമായി മാറുകയും നൂറ്റാണ്ടുകൾക്കിപ്പുറവും വിശുദ്ധ അന്തോണീസ് ഓർമ്മിക്കപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അർത്ഥപൂർണമായൊരു ജീവിതം നയിക്കുവാൻ വിശുദ്ധ അന്തോണീസിന് കഴിഞ്ഞു എന്നുള്ളതാണ്.